ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പീച്ചിങ്ങ കറിയാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾക്ക് പീച്ചിങ്ങ കറി ഉണ്ടാക്കാം. പീച്ചിങ്ങയും പരിപ്പും കൂടെയാണ് ഉണ്ടാക്കുന്നത്. ചെറുപയർ പരിപ്പുണ്ടല്ലോ അത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പീച്ചിങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളയാം. അത് ഇതൊന്ന് കട്ട് ചെയ്യട്ടെ. അതിനുശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. നന്നായിട്ട് കളയണം. തൊലി കളയാതെയും ചിലരൊക്കെ വെക്കും, കാരണം തൊലിയും നല്ലത് തന്നെയാണ്. ഇതിൻ്റെ തൊലി കൊണ്ടൊക്കെ ചമ്മന്തി ഉണ്ടാക്കും. പിന്നെ ഇതിന് മുൻപ് തന്നെ പരിപ്പുണ്ടല്ലോ, ചെറുപയർ പരിപ്പ്, അത് നമ്മൾ 1 കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. ആ 1 കപ്പ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്, വേഗം വേവാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് അരിഞ്ഞെടുക്കുന്ന സമയം കൊണ്ട് അത് ഇച്ചിരി കുതിർന്നോളും. അപ്പോൾ ഇത് രണ്ടും തൊലി കളഞ്ഞ് നമുക്കിനി ഇത് വാഷ് ചെയ്തതിന് ശേഷം മുറിച്ചെടുക്കാം. ഇപ്പം ചെറുതായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് പീച്ചിങ്ങയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾക്ക് അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുക്കണം. ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ജീരകം, ഇത്രയും ജീരകം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി ഇത് ചെറുപയർ പരിപ്പ് വേവിക്കാൻ വയ്ക്കുകയാണ് നമ്മൾ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഇതിപ്പോൾ കുതിർത്ത് വെച്ച ചെറുപയർ പരിപ്പാണ്. ഇതിലോട്ട് നമ്മൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മതിയാവും. 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ഉപ്പ് ഇപ്പോൾ ഇടുന്നില്ല, ലാസ്റ്റ് നമ്മൾക്ക് പീച്ചിങ്ങയുടെ കഷ്ണമൊക്കെ ഇട്ടതിന് ശേഷം ഉപ്പിട്ടാൽ മതി. ഇതിപ്പോൾ ഒന്ന് വെന്തോട്ടെ. മുഴുവൻ വേവണ്ട കേട്ടോ, പകുതി വെന്താൽ മതി. അതിനുശേഷം നമ്മൾക്ക് പീച്ചിങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഇടാനുള്ളതാണ്. അപ്പോൾ പകുതി വേവുന്ന വരെ ഒന്ന് നല്ലതായിട്ട് തിളപ്പിക്കാം. മൂടി വയ്ക്കുകയാണ്. ഇപ്പോൾ ഇത് പകുതിയോളം വെന്തിട്ടുണ്ട്, പകുതിയിൽ കൂടുതൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പീച്ചിങ്ങയും ഉള്ളിയും പിന്നെ ഒരു പച്ചമുളകും, എരിവിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ പച്ചമുളക് ഇടാം. ഇതിപ്പം പച്ചമുളക് 2 എണ്ണം കീറിയിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ പീച്ചിങ്ങ കൊള്ളും. ഇതിനൊപ്പം തന്നെ ഉള്ളി അരിഞ്ഞു വെച്ചതും ഇതിലോട്ടിടുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. വെള്ളം കുറവായതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഇപ്പം ഇനി ഇത് നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് വേണ്ടി വരും ഇതെല്ലാം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് വേവണം. ഒരു മുളക് കൂടി ഇടാണ്. ഒന്ന് അടച്ചു വയ്ക്കാം കുറച്ച് നേരം. അപ്പോൾ ഇത് നമ്മുടെ പരിപ്പും പീച്ചിങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ജീരകം കൂടെ അരച്ച് വെച്ചതാണ്. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. തേങ്ങ ഒഴിച്ചതിന് ശേഷം ഒരു ചെറുതായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ, തേങ്ങയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് തിളപ്പിച്ചാൽ മതി. ഒരു കുറച്ച് ഉപ്പ് കൂടെ ഇടുന്നുണ്ട്. തേങ്ങ ഇട്ടപ്പം കുറച്ചുകൂടെ ഉപ്പ് കുറവായി. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. കറി ഇനി
അടുപ്പത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾക്ക് താളിക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 സ്പൂൺ. ആവശ്യത്തിന് കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് കുറച്ച് വറ്റൽമുളകുണ്ടല്ലോ അതും കൂടെ ഇടാം. അതിട്ടിട്ട് പിന്നെ കറിവേപ്പില കുറച്ച്. ഇത്രയും മതി കടുക് വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ കറിയിലോട്ട് ഇത് ഒഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പീച്ചിങ്ങ കറി റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും നിങ്ങൾക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് വീട്ടിൽ. ഇപ്പം നമ്മൾക്ക് പീച്ചിങ്ങ ഇഷ്ടമല്ലെങ്കിൽ കൂടെ ഇതുപോലെ പരിപ്പൊക്കെ ചേർത്ത് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.